നിർത്ത് സാറേ, ഇവിടെ നിർത്ത്. ഇതെവിടെ പോകുന്നു? എന്താ കാര്യം? അതെ, എനിക്ക് ചെറിയൊരു ഡൗട്ട്. തനിക്ക് ഏതൊരു ഡൗട്ട് മാത്രമല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ എത്തേണ്ടതാ. എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറ. സാറിങ് വന്നേ, ഇനി വന്നേ, വാ സാറിങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും കാണിക്കേണ്ടത് പറഞ്ഞില്ലേ? സാറിങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു സംശയമാണേ. തനിക്ക് ഏതൊരു സംശയം മാത്രമല്ല. അത് പിന്നെ സാറിനെ പോലെ ശുഷ്കാന്തി ഉള്ള ഒരാളെ. നിർത്തരുത്. എന്താന്ന്? ശുഷ്കാന്തി ഉണ്ട്, ദൈവത്തിനാണ് സത്യം. ശുഷ്കാന്തി ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചാലേ എനിക്ക് ആ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞാൻ സാറിനെ കാത്തു നിന്നത്. സാറേ, എടോ താനിങ്ങനെ ചുറ്റിക്കെട്ടാതെ കാര്യം പറ. ഒരാളെ പോലെ എത്ര പേരുണ്ടെന്ന് അറിയാവോ? 9 പേരുണ്ടെന്നാ പറഞ്ഞേ. എടോ 9 അല്ല, ശരിക്കും പറഞ്ഞ ഒരാളെ പോലെ 10-35 പേരുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, 35 പേരാ? അതേടോ. എടോ ഇപ്പൊ തന്നെ ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നാല് എത്ര പേരെ സംശയിച്ചിട്ടാ ഒരു പ്രധാന പ്രതിയെ പിടികൂടുന്നത്? അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ സീക്രട്ടാ, പറഞ്ഞു തരില്ല ഞാൻ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ? കോളനി പുതിയൊരു വാടാക്കാരൻ വന്നിട്ടുണ്ട്. ആളിനെ കണ്ടിട്ട് സുന്ദരേശനെ പോലുണ്ട്. ഏത് സുന്ദരേശൻ? പറഞ്ഞ ചിലപ്പോ സാർ അറിയും. നമ്മളെ സീരിയലിൽ സുന്ദരേശൻ. ഈശ്വര, ആ സുന്ദരേശനാണോ? എടോ എനിക്ക് അയാളെ കാണാൻ കൊതിയായിടോ. എടോ ആ മഹാനെഴുതി കണ്ണീരാറ്റിലെ കരിമീൻ സീരിയലുണ്ട്, ഞാൻ വിതുമ്പി കരഞ്ഞിട്ടുണ്ടോ. എടോ താനറിയോടോ സുന്ദരേശൻ? കണ്ണീരാറ്റിലെ കരിമീൻ എഴുതിയ സുന്ദരേശൻ. അയാളുടെ പുതിയ സീരിയലിലെ ടൈറ്റിൽ സോങ് ഇല്ലേ, മുല്ലേ മുല്ലേ മുക്കു തീ, അതവിടെ റോട്ടി കിടക്കുന്നു. കേറിഞ്ഞോട്ട് മുല്ലേ മുല്ലേ മുക്കു തീ. എങ്ങനെ പോണത്? അയ്യോ, പേപ്പർ. പോലീസ്. സുഭാഷ് നമ്പൂതിരി ഇതുവഴി. ബാൽക്കണിയിൽ ഞാൻ കണ്ടതാണല്ലോ, പിന്നെ ഇത് എവിടെ പോയത്? എന്നെ പറ്റിക്കാൻ നോക്കണ്ടട്ടാ, എന്നെ പറ്റിക്കണ്ട. എവിടെ പോയത്? എവിടെ ഞാൻ പൊക്കുന്നു? എന്നെ പറ്റിക്കണ്ടട്ടാ. ഇതിനകത്തിരുന്നാണ് സാറ് കഥ എഴുതുന്നത്. അല്ല, ഇതാരാ കോളനിയിലെ കുറുക്കിയോ? ഇതെന്താ വടിയൊക്കെ ആയിട്ട്? അതെ, കളിയാക്കണ്ട. നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിട്ട് കയറി വിളിച്ചത്? അല്ല, അത് പിന്നെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. ഒളിച്ചു കളിക്കായിരുന്നോ? കുട്ടിക്കാലത്ത് ഞങ്ങൾ കൂട്ടുകാരി തമ്മിൽ ഒളിച്ചു കളിക്കാറുണ്ട്. സ്കൂള് വിട്ട് കഴിഞ്ഞാ പിന്നെ ഒളിച്ചു കളി എന്നെ ഒളിച്ചു കളി. നമുക്ക് കുറച്ചു നേരം ഒളിച്ചു കളിക്കാം. സാറൊരു കാര്യം ചെയ്യാ, സാറങ്ങടെ ഉണ്ട്, ഞാൻ ഒളിക്കാം. ശരി, ഇന്ന് സ്റ്റേഷനിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, കുറച്ചു നേരം ഒളിച്ചു കളിച്ചിട്ട് ബാക്കി കാര്യം. 1 2 3 4 5 6 7 50 വരെയാണോ? അല്ല, 100 വരെ. 1 2 3 4 5 6 7 8 9 10 11 12 13 91 92 93 94 95 96 97 98 99 പിടിച്ച്. ഇതെന്താണ് സാറേ? ഞങ്ങൾ ഒളിച്ചു കളിക്കായിരുന്നു. ഒളിച്ചു കളിക്കണ ആരാണ് ഈ ഞങ്ങള്? ഞാനും സുന്ദരേശൻ സാറും. സുന്ദരേശൻ സാറാ? ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളെ കുറിച്ചാണ് പറയണത്. പുള്ളി പോയി. ഈശ്വര, നോക്കിക്കോ, ആ സാറിന് ഞാൻ എന്തെങ്കിലും പൊക്കും. എന്റെ കണ്ണീരാറ്റിലെ കരിമീനാണ് അദ്ദേഹം, കരിമീൻ. പേരെന്തോന്നാ പറഞ്ഞേ? സുഭാഷ് നമ്പൂതിരി. സിദ്ധനാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ച് ദിവസം എന്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് വിളിക്കാം. ആ നമ്പൂതിരിയെ കൊണ്ട് എന്റെ ചില രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. അത് പെടുത്താം, ഞാൻ വേണമെങ്കിൽ നോക്കാം. വേണ്ട, നീ അയാളുടെ മുമ്പിലൊന്നും ചെന്ന് പെടണ്ട. സുന്ദരേശനാണെന്ന് തർക്കിച്ച് ആ നമ്പൂതിരിയുമായിട്ട് നീ പ്രശ്നത്തിലായതല്ലയോ? അവിടെ ചെല്ലുമ്പോ നീ പുറത്തു നിന്നാ മതി. നേതാവൊന്ന് കണ്ടു നോക്കണം. അച്ചിട്ടാണ്, അത് സുന്ദരേശനാണെന്നേ പറയൂ. പിന്നൊരു കാര്യം, സംഗതി പരമരഹസ്യമായിരിക്കണം. ഞാൻ അവിടെ പോകുന്നത് തൽക്കാലം ആരും അറിയണ്ട. തങ്കപ്പൻ അറിയാതെ വേണം ആ വീടിനകത്ത് കയറാൻ. ഞാൻ തങ്കപ്പനെ വിളിച്ചായിരുന്നു, അവന് നാളെ എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പോ അവിടെ വീട്ടിൽ പൊന്നമ്മ മാത്രമേ കാണത്തുള്ളൂ അല്ലയോ? അതെ. എന്ത്
നമ്മുടെ ഈ രഹസ്യ സമാഗമം തങ്കപ്പൻ അറിയരുത്. ആശാൻ അവിടെ അകത്ത് കയറി പോന്നു, ഞാൻ പുറത്തേക്കുന്നു. അഥവാ തങ്കപ്പൻ വന്നാൽ ഞാനൊരു സിഗ്നൽ തരാം, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. ക്ലിക്ക് കേൾക്കാനോ? ഇത് എന്നെ കൊണ്ടാവൂ ആണോ? കേട്ടാ. എന്നാ വാ. മതി മതി. അത് ശരി, അപ്പൊ നിന്റെയൊക്കെ വേലത്തരങ്ങൾ ഇതാണല്ലേ? ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കളെ, ഈ തോല് ഞാൻ ഊരും. നാളെ നിന്നെയൊക്കെ പിന്തുടർന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അയ്യോ, ഗേറ്റ് പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതെടുത്ത് ചാടാം. ഓ, എളുപ്പം കയറി ഇറങ്ങി അങ്ങ് വരണേ. അത്രേ ഉണ്ടായിരുന്നുള്ളോ? ഇതെവിടെ കയറി പോന്നു? ഇതിലെ കൂടെ പോ. ഇതിലേ പുറവശത്തൂടല്ലേ വഴി, അങ്ങോട്ട് പോ. അങ്ങോട്ട്. എളുപ്പം പോ അങ്ങോട്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ സ്റ്റെയർ കേസിന്റെ അവിടെ നിന്നാ മതി. ഞാനും വരുന്നത്. നീ വന്നാ ശരിയാകത്തില്ല. അത് നിന്റെ തല കഷണ്ടി ആയതുകൊണ്ട് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഒരുപാട് മുടിയുള്ള ആള്, ഹിപ്പി. അങ്ങനെ വിളിക്കലേ, പേര് പതിഞ്ഞു പോകും. പതിയാൻ പറ്റിയ പേര്. നടയോട്ട്. ഇവന്മാരെന്തിനാ വീടിന് പുറത്ത്? എന്താ ഇവന്മാരുടെ പരിപാടി? കണ്ടുപിടിച്ചിട്ട് തന്നെ. അതെ, ഇതൊന്നും തങ്കപ്പൻ അറിയരുത് കേട്ടാ. ഉണ്ടായിരടാ, നീ തങ്കപ്പനോട് ഒന്ന് പറയാതിരുന്നാ മതി. ഞാൻ പറയാനൊന്നും പോകുന്നില്ല, നിങ്ങൾ പോയിട്ട് പോയാ എളുപ്പം പോ. അത് ശരി, അങ്ങനെ വരട്ടെ. അറപ്പുര വാദിക്കൽ കാത്തിരിക്കണമെന്ന് പാടിയത് എന്തിനായിരിക്കും? ചിലപ്പോ രവിചന്ദ്രൻ നേതാവുമായിട്ട്. ഹലോ, ആ തങ്കപ്പെണ്ണ, എവിടെ നിൽക്കുന്നു? മതി മതി, പോവാനുള്ളിടത്തൊക്കെ പോയിട്ട് സാവകാശം വന്നാ മതി. ലേറ്റ് ആയാലും സാരമില്ല. ശരി. എവിടെയോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഉണ്ടുണ്ടുണ്ട്. എന്തായാലും വായിച്ചേ തന്നെ. രവിചന്ദ്രനും പൊന്നമ്മയും തമ്മിൽ എന്തോ. ആ വൃത്തികെട്ട ബാലപ്പൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കാനും. എന്തായാലും അവന്മാർ പുറത്തിറങ്ങിയിട്ട് ഈ മണിയും പോകുന്നുള്ളൂ. സുന്ദരേശൻ 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 വന്ന അന്നത്തെ ആ ദിനം മുതൽ നാം കേൾക്കണു ഈ പേര്. ആരെയാ ഈ സുന്ദരേശൻ? അതെ, ഈ കോളനിയിൽ വന്ന് ഒന്ന് എഴുതി മറിച്ചിട്ട് പോയ ആളാ. ആണോ? പക്ഷേ ഈ ബാലപ്പൻ പറഞ്ഞതുപോലെ അത്ര വലിയ സാമ്യമൊന്നും ഈ CK സുന്ദരേശനുമായിട്ട് തോന്നുന്നില്ല. നമ്പൂരിയോട് ബാലപ്പൻ എന്തെങ്കിലും അവിവേകമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് കൂട്ടിക്കോളൂ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞില്ല. എന്താ പേര്? പറ കാണില്ല. വേണോന്ന് വെച്ചാ ഒരു നാഴി സംഘടിപ്പിക്കാം. ഞാൻ പറയാൻ വന്നത് ഒരു അഭ്യർത്ഥനയാണ്. പറഞ്ഞോളൂ. ന്വാമിനെ കൊണ്ട് സാധ്യമായത് എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്യും. വേറൊന്നുമല്ല, നമ്പൂതിരി ഒരു ജ്യോതിഷ പണ്ഡിതനാണെന്ന് എനിക്കറിയാം. എനിക്കൊരു കേന്ദ്രമന്ത്രിയായാൽ കൊള്ളാമെന്ന് കുറച്ച് ദിവസമായിട്ടുള്ള മോഹമാ. എന്താ നക്ഷത്രം? ആയില്യം. ആയില്ലേ? നക്ഷത്രം അപ്പൊ ഇതുവരെ ആയില്ലേ? അതല്ല, നക്ഷത്രം ആയില്യമാണെന്ന്. പേര്? രവിചന്ദ്രൻ. തലയിൽ സൂര്യൻ ഉദിക്കാറില്ലല്ലേ? നാം പറഞ്ഞു വരുന്നത് സൂര്യനെ പോലെ ജ്വലിക്കേണ്ടവൻ, പക്ഷേ ചന്ദ്രന്റെ അപകാരം തടസ്സമാണ്. ആഗ്രഹിക്കുന്ന ഒന്ന് നടക്കുന്നു വേറൊന്ന്. പോരാത്തതിന് വിളിദോഷം. സത്യം, ഒരു രഹസ്യം പറയാമല്ലോ. ഡെയിലി എത്ര പേരാ ഫോണിലൂടെ വിളിച്ച് ദോഷം പറയുന്നെന്ന് അറിയാവോ? ആദ്യം പേരങ്ങോട്ട് മാറ്റുക. ന്യൂറോളജി പ്രകാരം. ന്യൂറോളജി എന്ന് പറഞ്ഞ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖത്തിന്റെ പേരാ. ഇത് ന്യൂമറോളജി. പിന്നെ ഈ പറഞ്ഞ പ്രകാരം ഈ പേരിൽ നിങ്ങൾക്ക് രാശിയില്ലാന്ന് കൂട്ടിക്കോളൂ. നമ്പൂരിശാം, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. വരണം. അപ്പോ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. പിന്നൊരു കാര്യം. എന്താ? നമ്പൂരിശനെ കണ്ട് സമസ്താപരാധങ്ങളും ഏറ്റു പറയാൻ ഒരാള് കൂടെ വന്നിട്ടുണ്ട്.
ആര്യ ബാലപ്പോ. പാലപ്പോ പാലപ്പം കഴിച്ചിട്ട് അമ്മണ ഒത്തിരി നാളായി. ബാലപ്പമല്ല, പിന്നെ? ബാലപ്പൻ ഒരാളിന്റെ പേരാ. ബാലപ്പോ ഇരിക്കെ. ഇരിക്ക. നമസ്കാരം. ഇതാണോ നീ പറഞ്ഞ സുന്ദരേശൻ? നിനക്ക് കണ്ണും മൂക്കും കണ്ടൂടെ? മൂക്കും ആ പുരികവും കൃഷ്ണമണിയുടെ കളറും ഒക്കെ കണ്ടപ്പോ ആദ്യം സുന്ദരേശനാണ് ഓർമ്മ വന്നത്. അത് പിന്നെ പുരിച്ച എനിക്ക് മാപ്പ് വന്നോളൂ. ഏത് രാജ്യത്തിന്റെ അങ്ങോട്ട് പറഞ്ഞാ മതി. അതല്ല, ക്ഷമിച്ചു എന്നൊരു വാക്ക് ആണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കണേ, നിങ്ങൾ വീണോളൂ. അച്ഛനെ വീണോ? വേഷ തന്നിരിക്കണു. കഴിഞ്ഞ. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായി എനിക്ക് മാത്രമേ ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ആവൂ. അപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ മംഗളം ഭവന്തു. ഉടനെ തല തിരിച്ചല്ല. പിടിച്ചോളൂ, കൊണ്ടുപോകുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. രക്ഷിക്ക. അച്ഛനെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? സക്സസ് അല്ലേ? സക്സസ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. പിന്നെ നമ്മൾ ഇങ്ങനെ കാണാൻ വരുന്നത് വേറെ ആരും അറിയാൻ പാടില്ല. അതെന്ത്? പാർട്ടിയുടെ എത്തിക്സിന് സിദ്ദീഖിന്? പരിപാടിയല്ല. സിദ്ദീഖിനല്ല, പാർട്ടിയുടെ നയങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല. നിന്നെ നാട് ഉടുപ്പിലൊക്കെ കുങ്കുമ ഇരിക്കുന്നുണ്ടാ, മുഖത്തൊക്കെ ഇരിപ്പുണ്ട്. പോയി 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 പുല്ലി തുപ്പല്ല, അങ്ങോട്ട് തുപ്പ്. പാവം തങ്കപ്പൻ. ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ആളിന്റെ പേരും വിവരവും ഒക്കെ തങ്കപ്പൻ തന്നെ കണ്ടുപിടിക്കട്ടെ. ആദ്യം ഒരു ക്ലൂ ഇട്ട് നോക്കാം. ഇത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഹലോ, അതെ തങ്കപ്പനാണ്. ആ, നിങ്ങളുടെ വൈഫിന്റെ പേര് പൊന്നമ്മേന്നല്ലേ? അതെ. നിങ്ങൾ ആരാണ് പറയൂ. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഹതഭാഗ്യൻ. മിസ്റ്റർ ഹതഭാഗ്യൻ, നിങ്ങൾ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാ പറയാം. അത് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ഞെട്ടില്ല. ഞെട്ടും. ഞെട്ടില്ലെന്ന് പറഞ്ഞില്ലേ? കയ്യിലടിച്ച് സത്യം ചെയ്ത് ഞെട്ടില്ലെന്ന്. സത്യം പറയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. താനാരാ? അത് പറയാം. എല്ലാം വിശദമായിട്ട് കേൾക്കണം. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ലേറ്റായിട്ട് വന്നാൽ മതി എന്ന് നിങ്ങളുടെ സ്വന്തം ഭാര്യ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ആ, അതാണ് കഷ്ടം. നമ്മളാണുങ്ങൾ പാവങ്ങളാണ്, പാവങ്ങൾ. പൊന്നമ്മ ഈ കോളനിയിലുള്ള ഒരാളുമായി പ്രണയത്തിലാണ്. ആരാടാ നീ? ഫോണിൽ പറഞ്ഞ ചേട്ടാ, ഫോണിൽ പറഞ്ഞപ്പോ പറയടാ. അതെ, കോപം ഒതുക്കി വെച്ചാൽ ഞാനൊരു ക്ലൂ തരാം. ഇതിനെല്ലാം ഇടനിലക്കാരനായി കോളനിയിലുള്ള ഒരാളാണ് നിൽക്കുന്നത്. അയാൾക്കെല്ലാം അറിയാം. അവനെ കണ്ടുപിടിക്കണം. അവനേത് പ്രപഞ്ചത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഒരുത്തന്റെ കുടുംബം തൊലച്ചപ്പോ എന്തൊരാശ്വാസം. ആ, ന്യൂറോളജി പ്രകാരം ജനിച്ച പേരിന് പകരം നക്ഷത്ര സമാനമായി യോജിക്കുന്ന പേരിടണം. തങ്കക്കുട്ടൻ, പൊന്നുംകുട്ടൻ, ചക്കരക്കുട്ടൻ. അയാൾക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള പേരുകൾ സെലക്ട് ചെയ്യാം. അയ്യോ, ഒരു കോലം ഞാൻ മായ്ച്ചു കളയോടാ. എല്ലാം മാഞ്ഞോട്ടെ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ നിന്നെ കാണിച്ചു തരടാ നമ്പൂതിരി. ലൗലറ്റുമായിട്ട് പോയാണല്ലേടി. ബാക്കി അകത്തിരുന്നെഴുതാം. ശരിയാക്കി തരാടി. അയ്യോ,
തങ്കക്കുട്ടൻ, പൊന്നുംകുട്ടൻ, ചക്കരക്കുട്ടൻ. അത് ശരി, അയാളെ എന്ത് വിളിക്കണമെന്ന് അയാൾ എഴുതിയിട്ട കത്തായിരിക്കും ഇത്. എടീ, അങ്ങനെ എന്നെ പൊട്ടനാക്കിട്ട് നീ ആരെ തങ്കക്കുട്ടനെന്ന്, പൊന്നുകുട്ടനെന്ന്, ചക്കരക്കുട്ടനെന്ന് വിളിക്കണ്ടടി. അങ്ങനെ ഓരോരോ തെളിവുകളായിട്ട് എന്റെ ഈ കിട്ടട്ടെ. എല്ലാ തെളിവുകളും സംഭരിച്ച് ഞാനൊരു തീ കൊളുത്തും. തങ്കക്കുട്ടൻ, അത് കൊള്ളാം. ഈ പേര് കേരള ജനത ഒന്നടങ്കം ഇഷ്ടപ്പെടും. എന്തു കൊള്ളാം. ഈ രവിചന്ദ്രൻ എന്നുള്ള പേര് ജനലക്ഷങ്ങളിൽ പതിഞ്ഞു പോയിട്ടുള്ള പേരാ. ഈ പേര് അതിലും പതിയും. ആ ആ തങ്കക്കുട്ടൻ കുഴപ്പമില്ലല്ലേ? എന്തോന്ന് കുഴപ്പം? തങ്കക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? തങ്കം വെച്ചുണ്ടാക്കിയ കുട്ടൻ, തങ്കക്കുട്ടൻ. അതാണ് നല്ല പേര്. ഈ രവിചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയും, ആശാൻ അറിയും, പിന്നെ ഈ കോളനിയിലെ 5-6 പേരറിയും. പക്ഷെ തങ്കക്കുട്ടൻ അതിനൊരു ഗമയും ജാടയൊക്കെ ഉണ്ട്. തങ്കക്കുട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം, മനസ്സിലായോ? അത് മതി. തങ്കക്കുട്ട. എന്താ? അയ്യോ, ഈ പേരിലായിരിക്കും നാളെ നിങ്ങൾ ഇന്ത്യയിൽ അറിയപ്പെടാൻ പോകുന്നത്. എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എന്താ? തള്ളിക്കളയില്ലെങ്കിൽ പറയാം. പറയാ. നമ്പൂതിരി ഏത് വീട്ടിൽ താമസിച്ചാലും അവിടെ ഐശ്വര്യവും സമ്പത്തും സമാധാനവും കുന്നുകൂടും എന്നൊരു വിവരം കിട്ടി. എന്നുകൂടും. അതെ, എന്റെ വീടിന്റെ അഫ്റ്റേറിൽ താങ്കൾക്ക് കുറച്ച് ദിവസം വന്ന് താമസിച്ചുകൂടെ ഫ്രീ ആയിട്ട്? അതെ അതെ, വരണം. പിന്നെന്താ? അതെ, ഈ ഒരു കാര്യം കൂടി നേരിട്ട് കണ്ട് പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നത്. ധൈര്യമായിട്ട് പോവാ. പോവുകയെന്നാ? പോവാന്നല്ല, പോകുക. പോകുക. ദൈവമേ, പൈസ പൈസ ഇതങ്ങോട്ട് വെക്കുക. എന്താ ഇത്? ഇത് ദക്ഷിണ. ഇതങ്ങോട്ട് പോക്കറ്റിൽ വെക്കുക. താങ്ക് യു. എന്നിട്ട് ഒരു 1000 രൂപ ഒറ്റ നോട്ട് ഇങ്ങോട്ട് എടുക്കുക. തപ്പണ്ട, പോക്കറ്റിൽ നോക്കിയാ മതി. ഉണ്ടല്ലോ. ഇല്ലാച്ചാ? ഇല്ലാച്ചാ 200-500 ആയാലും മതി. എന്നാ പിന്നെ 500 ആയി ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് ഒരു 500 രൂപയുടെ നോട്ട് ഇതിന്റെ പുറത്തോ? അത് വെക്കുക. പരവേശമാണല്ലേ? പരവേശല്ല, ആക്രാന്തം കൂട്ടിക്കോളൂ. എന്നാ ഇങ്ങെടുക്ക. പോവാൻ ഇരിക്കട്ടെ. ഇനി പോവാ. ഓ, ശരി. സന്തോഷം നമ്പൂരി. നടക്ക. പരമ കഷ്ടം ഏച്ചുകള്. അതെ, വന്ന കാര്യം ഭംഗിയായല്ലോ. നീ നിങ്ങളിതെപ്പോ കേറി? ആ നമ്പൂരി ഒന്ന് കാണണമായിരുന്നു. എന്റെയോ പാർട്ടിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനല്ല. അത് ചോദിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. പുള്ളിക്ക് വല്ല വിവരമൊന്നുമില്ല. എനിക്ക് സംശയം, അത് നമ്മുടെ പഴയ സുന്ദരേശൻ അല്ലേ? ഇതെന്തോന്ന്? ഡേയ്, അത് സുന്ദരേശനൊന്നും അല്ല. അത് ഇത് സുന്ദരേശൻ അന്തരീക്ഷത്തിൽ ഭസ്മം എടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതേത് വലിയ ദിവ്യനാണ്. കഴിച്ചോ? ഇല്ല, കഴിക്കണം. എന്നാ കഴിക്കാം. അങ്ങോട്ട് നമുക്ക് ഉച്ചഭക്ഷണം ഇവിടെ തന്നെ ആക്കാം അല്ലേ? ശരി. വിശക്കുന്നേരം നിന്നിക്കല്ലേ അടിക്കും ഞാൻ. അതെ, കഞ്ഞിയാണ്. അത് നിന്നെ കണ്ടപ്പോഴേ അറിയാം. സദ്യ ഒരുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പക്ഷെ അത് കഴിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ഞങ്ങള്, കേട്ടാ. എന്തായാലും കഴിക്കാതെ പോവില്ല. പെങ്ങളെ, 2 അതിഥികളുണ്ട് കേട്ടോ. നിങ്ങളൊന്നും ഞങ്ങൾക്ക് വിരുന്നുകാരല്ലല്ലോ. കണ്ട, നമ്മൾ കഴിക്കാതെ പോയെങ്കിലാ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അയാള് സുന്ദരേശൻ തന്നെയാണ്. യവനിത് എന്തോന്നിരുന്ന് പറയുന്നത്? കറികളൊക്കെ കുറവാണ്. അയ്യോ, കറി കുറഞ്ഞാലും കുഴപ്പമില്ല, ചോറ് കുറയ്ക്കാതിരുന്നാ മതി. നീ എന്തുവാ അതൊക്കെ പോയി പറഞ്ഞോണ്ട് വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് ആ സുഭാഷ് നമ്പൂതിരി. അയ്യോ, ആ പാവം എന്തെങ്കിലും കഴിച്ചോ എന്തോ. അല്ല, അയാൾക്കിപ്പോ പെണ്ണും പടക്കൊഴിയൊന്നും ഇല്ലയോ? ആള് നിത്യ ബ്രഹ്മചാരിയാണ്. ഓ, എന്തോന്ന് ബ്രഹ്മചര്യം? എന്ത്? മേനയെ കണ്ട വിശ്വാമിത്ര മഹർഷിയുടെ മനമിളകിയില്ലയോ? ഇതും അതുപോലെ ഒരു ദിവസം ഇളകും. ഈശ്വരാ, ഇവള് മേനകയാകുവോ? അല്ല, ചേട്ടൻ കഴിക്കുന്നില്ലേ? ആ, കഴിക്കണം. പിന്നെന്തിനാ ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്നത്? ഇതിന്റെ മേളിൽ ഇട്ട് ചോറ് ഇന്നാൻ പറ്റുമോ? അങ്ങനെ വേ, ചോറ് എടുത്തോണ്ടോ പെങ്ങളെ. ഡേ തങ്കപ്പ, നിനക്കെന്തടേ സുഭാഷ് നമ്പൂരി എടുത്ത് ഇത്ര കലിപ്പ്? എനിക്ക് പുള്ളിയോട് എന്ത് കലിപ്പ്? എനിക്ക് കലിപ്പുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് എന്റെ വീട് വാടക കൊടുക്കുവോ?